ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർഗത്തെ നോക്കാനൊരു കാലം. ഒരു തടാകത്തിൻ്റെ തീരത്ത് ഒച്ചുകളെയും തിരഞ്ഞ് നടക്കുകയായിരുന്നു കൊക്ക്. പെട്ടെന്ന് അതിമനോഹരമായ ഒരു അരയന്നം അവിടെ പറന്നിറങ്ങി. അത്ഭുതം കൂറുന്ന മിഴികളോടെ കൊക്ക് കുറേ നേരം അരയന്നത്തെ നോക്കി നിന്നിട്ട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സ്വർഗമോ? കൊക്കിനൊന്നും മനസ്സിലായില്ല. ആ, സ്വർഗം തന്നെ. നീ സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സ്വർഗത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് അരയന്നം ഇങ്ങനെ വർണ്ണിക്കുവാൻ തുടങ്ങി. അവിടുത്തെ നഗരം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. മതിലുകളും ഗേറ്റുകളുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് രത്നക്കല്ലുകൾ കൊണ്ടും നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന ജീവജലത്തിൻ്റെ അരുവി സ്ഫടികം പോലെ തെളിഞ്ഞു കാണുന്നതും അതിൻ്റെ തീരത്ത് നിൽക്കുന്ന ജീവൻ്റെ വൃക്ഷം 12 തരം ഫലം കായ്ക്കുന്നതുമാണ്. രോഗശാന്തിക്ക് വേണ്ടിയാണ് ആ വൃക്ഷത്തിൻ്റെ ഇലകൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അരയന്നത്തിൻ്റെ വർണ്ണനകൾ കേട്ടിട്ടൊന്നും കൊക്കിന് യാതൊരുവിധ താല്പര്യവും തോന്നിയില്ല. ഒടുവിൽ കൊക്ക് ചോദിച്ചു, അവിടെ ഒച്ചുകളുണ്ടോ? ഒച്ചുകളോ? അങ്ങനെയുള്ള ഒന്നും സ്വർഗത്തിലില്ല. എങ്കിൽ നിനക്ക് നിന്റെ സ്വർഗം, എനിക്ക് വേണ്ടത് ഒച്ചുകളെയാണ്. ഒച്ചുകളില്ലാത്ത സ്വർഗത്തിൽ എനിക്ക് താല്പര്യമില്ല. ഒച്ചുകൾക്ക് വേണ്ടി സ്വർഗത്തെ നഷ്ടപ്പെടുത്തിയ കൊക്ക് നമ്മളിൽ പലരുടെയും പ്രതിബിംബമാണ്. മദ്യം, ലൈംഗികത, സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, ഇങ്ങനെയുള്ള പല ഒച്ചുകൾക്കും വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ അവഗണിച്ചിട്ടില്ലേ? അനേകരുടെ പ്രശ്നം അവർ ഒച്ചിനെയും സ്വർഗത്തെയും ഒരേ സമയം സ്നേഹിക്കുന്നു എന്നതാണ്.